ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷനായ വൻപയർ ഉലർത്തിയതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ രാത്രി തന്നെ കുറച്ച് പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് കുതിർന്ന് തന്നെ കിട്ടണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ടോപ്പ്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പയറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നടുകെ കീറിയിടാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നടുകെ കീറിയിടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പയർ കുതിർത്ത പയറായതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം മതിയാവും പയർ വേവാനായിട്ട്. ഇനി ഒരു 3 വിസിലടിപ്പിച്ചെടുക്കാം. ആ ഒരു നേരം കൊണ്ട് നമുക്ക് കുറച്ചധികം ചുവന്നുള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും നമുക്ക് വേണം. ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഒലത്തണയിലേക്ക് നമ്മൾ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. സവോളയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കൊരു ചീൻചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഒലത്തണതായിരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് തരാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഒലത്തിന്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളിയുടെയൊക്കെ ഒരു കളർ മാറി ഒരു നല്ലൊരു ബ്രൗൺ കളറാണ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വറ്റൽമുളക് പൊടിച്ചതാണ്. അത് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വറ്റൽമുളക് പൊടിച്ചത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച പയറില്ലേ, അത് ഇതിലേക്ക് വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ ഉലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.